എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു നോളജിൽ നിന്നാണ് മനസ്സിലായത്. ഞാൻ എന്തുകൊണ്ടും ഓഫ്ലൈനെ ചൂസ് ചെയ്യുള്ളൂ. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയൂല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണം എന്നുള്ളത് പുറത്തുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയില്ല. ഹായ്, എൻ്റെ പേര് ഷാജഹാൻ. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓഗസ്റ്റ് ഓഫ്ലൈൻ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ മെയിനായിട്ട് ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഓരോന്ന് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് കേൾക്കൽ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാം കൂടി കാണുമ്പം നമുക്ക് എന്താ പറയുക, പഠിച്ചിരിക്കണം എന്നുള്ളൊരു സ്കില്ലാണല്ലോ, അത് പഠിക്കണം എന്നുള്ളൊരു താല്പര്യം വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബാച്ചിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. പലരും ലോസിലും ഉണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റബിളും ആണ്. അപ്പോൾ എനിക്കും ഈ സ്കില്ല് പഠിക്കണം എന്നുള്ളൊരു തോന്നാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കൊറോണ ടൈമിൽ നമുക്കിപ്പോൾ ജോബ് ഉണ്ടായിരുന്നു. പലവർക്കും പല ജോബും സ്റ്റോപ്പായൊരു ടൈമാണ്. ആ സമയത്ത് നമുക്കൊരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിവിടെ അതായത് കൂട്ടി കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ്. ആ ഒരു രീതിയിലാണ് ഞാനും ഇതൊരു സ്കില്ല് എനിക്കും പഠിച്ചെടുക്കണം എന്നുള്ളൊരു താല്പര്യം വന്നതും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മില്യൺ ഡോട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട് എത്തിപ്പെട്ടത്. ട്രേഡിങ് പോസിബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണ്, 100% പോസിബിൾ ആണ്. പിന്നെ നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന രീതി അനുസരിച്ചാണ്. കാരണം ആദ്യത്തെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കും നമുക്ക് വരും. നമ്മളിപ്പോൾ കാർ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ് നമുക്ക് ഫസ്റ്റ് തന്നെ പോകുമ്പോൾ നമുക്ക് തമ്മിലൊന്നും അറിയുന്നില്ല. ആ ഒരു സംഭവം വന്നിട്ട് നമുക്ക് ആദ്യം ഇതിൽ വരുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ക്യാൻഡിൽസ് റീഡ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു. അതിൽ ഇപ്പോൾ ഓക്കെ ആയി വന്ന രീതിയിലുള്ള നമുക്ക് ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം അനുസരിച്ച് നമുക്ക് ഓക്കെ ആവാൻ കഴിയുള്ളൂ. മണി മാനേജ്മെൻറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യനാണിത്. എന്താ പറയുക, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏകദേശം എനിക്ക് 26 ഏജായി. ആ ഏജിൽ ഞാൻ കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദുബായിലായിരുന്നു, അവിടെയായിരുന്നു, അങ്ങനെ പല രീതിയിലും ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാതെ ഞാൻ ബിഗ് സീറോയിലെത്തിയത് എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു നോളജിൽ നിന്നാണ് മനസ്സിലായത്. കാരണം എങ്ങനെയാണ്, എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ക്യാഷ് എന്തൊക്കെ രീതിയിലാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചിലവാക്കേണ്ടത്, എത്ര പെർസെൻറ്റേജാണ് ചിലവാക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് കിട്ടിയൊരു സംഭവമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇപ്പോൾ എങ്ങനെ പോകണം, ആ SIP എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചിലവ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് അവിടെ പോകണം, അതേമാതിരി നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വരിക, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്ര പെർസെൻറ്റേജ് നമ്മുടെ സാലറി എന്നാണെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും ആ റിസ്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളതും എല്ലാം അറിഞ്ഞത് ഈ ഒരു ഇതിൽ വന്നതിന് ശേഷമാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കുന്നതിൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺലൈനാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കാര്യങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ എന്തുകൊണ്ടും ഓഫ്ലൈനെ ചൂസ് ചെയ്യുള്ളൂ. കാരണം ഞാൻ ഏകദേശം ഒരു 4 ഇയർ ഞാൻ പറഞ്ഞത് ദുബായിലായിരുന്നു. ദുബായിലായ സമയത്ത് ഒരു ബുക്കോ ഒരു പേനോ എനിക്ക് ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മെൻ്റലി ഞാൻ ബാക്കിലായിരുന്നു. അതായത് പഠിത്തത്തിനായിട്ട് ടച്ച് കാര്യങ്ങളെല്ലാം വിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിത് മാം പറഞ്ഞു തരുമ്പോഴും അല്ലെങ്കിൽ സാറ് വന്ന് പറഞ്ഞു തരുമ്പോഴും എനിക്ക് ട്രാക്കിലേക്ക് വരാൻ ടൈം എടുത്തു. സ്വാഭാവികമായിട്ട് ഒരു 4 ഇയർ ബാക്കപ്പ് വന്നിരുന്നല്ലോ. അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ, ഒരു മാം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോപ്പിക് എടുത്തു, അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സാറാണെങ്കിലും ടീച്ചറാണെങ്കിലും നമ്മൾ അടുത്ത് വന്ന് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചെയ്ത് തരിക. എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു A to Z കാര്യങ്ങൾ നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ എങ്ങനെയാണെന്ന് എഴുതുക എന്നുള്ളത് വരെ നമുക്ക് കറക്റ്റ് കാണിച്ചിരുന്നൊരു സംഭവമാണ് ഇവിടെ കാണിച്ചു തന്നത്. അതായത് മെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്ര അടിപൊളിയായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഫോണിൽ കാണുന്നത് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെയല്ലേ, അത് മാറി നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരാൾ കാണിച്ചു തരുമ്പോൾ നല്ലൊരു ബെറ്റർ ആയിരിക്കും അത്. മെൻറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 9:15 തൊട്ട് 3:13 വരെയാണ് ക്ലാസ്. ആ ക്ലാസ്സിന് ശേഷവും ഞങ്ങൾക്ക് മെൻറ്റേഴ്സിന് കിട്ടുന്നൊരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്. അതായത് നമ്മളെ ക്ലാസ് ടൈം കഴിഞ്ഞു, അവർക്ക് ചിന്തിച്ചാൽ മതി, അതായത് ക്ലാസ് കഴിഞ്ഞതല്ലേ ഇനിയിപ്പോൾ ഒന്നും പറയണ്ട വേണ്ട. 6:30-7 മണിയായിട്ടും ഞാൻ ഇവിടുന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ പോവാത്ത ടൈം ഉണ്ടായിട്ടുണ്ട്. 8 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയമുണ്ട്. 3:30 വരെയുള്ളൂ ക്ലാസ്. ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 4 ഇയർ ഗ്യാപ്പ് വന്നുകൊണ്ടായിരിക്കും ആ ഒരു രീതിയിൽ വന്നത്. പക്ഷേ മെൻറ്റേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഷാജാന, ഇങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞെന്ന് എന്നെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്ത്, നമ്മളിപ്പോൾ അടിയിൽ നിന്ന് പൊന്തിച്ച് എടുത്തു എന്ന് പറയില്ലേ, അതേപോലെ എന്നെ കംപ്ലീറ്റ്ലി എൻ്റെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യുന്നത് എൻ്റെ മെൻറ്റേഴ്സാണ്. ട്രേഡിങ് എന്ന് പറഞ്ഞ സ്കില്ല് ഒരിക്കലും ഒരാൾക്ക്
ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയൂല, പക്ഷേ കഴിയും. അതായത് ടൈം എടുക്കും. അതായത് ഓരോ നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ ഒരു കാര്യം കണ്ടു പഠിക്കുന്നതിനനുസരിച്ച് ഓരോ ടൈമുണ്ട്. ആ ടൈമിനനുസരിച്ച് നമുക്ക് എന്തായാലും പഠിക്കാൻ കഴിയുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ പഠിപ്പിച്ച് തരുന്ന സ്ട്രാറ്റജി ആണെങ്കിലും നമുക്ക് ബേസിക് മുതലൊരു സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ തന്നെ ഗ്രോ ആവും. അതായത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം എടുക്കും. അതായത് നമ്മൾ മാക്സിമം ഒരു മെൻറ്റേഴ്സിൻ്റെ കൂടെ നിന്നാണ്ടും ഒരുമിച്ച് ഇരുന്നാണ്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതാണ്. നമുക്കൊരു എക്സ്ട്രാ ഇൻകം വരുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ട്രേഡിംഗ് ഒരു സ്കില്ലാണ് നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കിപ്പോൾ കൊറോണയിൽ നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വന്നു. ആ ടൈമിലാണെങ്കിൽ പോലും നമുക്ക് ഒരു സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇപ്പം കയ്യിലുള്ളതോടത്തോളം കാലം ഇനി നമുക്ക് പതുക്കെ നമുക്ക് ഗ്രോ ആയിട്ട് ചെയ്യാം. 100% പലവർക്കും ആൻസർ അതെന്താണെന്നറിയില്ല. കാരണം എന്താണെന്നറിയാതെ പറയുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണം എന്നുള്ളത് പുറത്തുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയില്ല. ചിലപ്പോൾ അവർ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ഫണ്ട് വെച്ചിട്ടുണ്ടാവും, അത് ചിലപ്പോൾ വാഷ് ഔട്ടായി പോയിട്ടുണ്ടാവും. ആ ഒരു സംഭവത്തിൽ അവർ അറിയുന്നില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇത് എന്താണ് സംഭവം. അപ്പോൾ അവർക്ക് ഇത് ഇങ്ങനെയാണ്, അതാണ് സംഭവം സത്യത്തിൽ. അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് ഇത് നെഗറ്റീവ് പറയുന്നവർ. പക്ഷെ അവരുടെ കയ്യിലും ഫണ്ട് പോയിട്ടുണ്ട്. എന്താന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാതെ അതിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ മൊത്തം വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട്. കാരണം അവർക്കറിയില്ല ഇതെന്താന്നുള്ളത്. കാരണം അങ്ങനെ പോണത് നമ്മൾ കറക്റ്റ് പഠിക്കാത്തതുകൊണ്ടാണ്. ഈ സംഭവത്തിനെ കുറിച്ച് പഠിക്കുക, മാക്സിമം ആദ്യം അറിയുന്ന രീതിയിൽ പഠിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിൽ ഇറങ്ങുക.